ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടുകളിൽ തന്നെ ഉള്ള 3 ഫേസ് അല്ലെങ്കിൽ സിംഗിൾ ഫേസ് ഡി ബി ആണെങ്കിലും അതിൻ്റെ ഐസൊലേറ്റർ ഈ LCB എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് 3 ഫേസ് ഡി ബി ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 3 ഫേസും വരുന്ന രീതിയിലുള്ള ഫേസും ന്യൂട്രൽ കൺട്രോൾ ചെയ്യാവുന്ന രീതിയിലാണ് ഐസൊലേറ്ററിൻ്റെ സ്വിച്ചാണ് വന്നിരിക്കുന്നത്. 63 ആംസ് ആണ് വരുന്നത്. അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കേണ്ട 3 ഫേസും ന്യൂട്രും വരാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ LCB 63 ആംസ് 30 മില്ലി ആംസ് ആണ് വരുന്നത്. ഈ 3 ഫേസും അതുപോലെ തന്നെ നേരിട്ട് ഡി ബിയിലേക്ക് വരുന്നതിന് മുന്നേ മീറ്റർ ബോക്സിൽ നിന്ന് ഐസൊലേറ്ററിലേക്കാണ് വരുന്നത്, അതിലേക്കാണ് വരുന്നത്. ആ വരുന്നതിന് ശേഷം 3 ഫേസും ഒരു ന്യൂട്രും കൺട്രോൾ ചെയ്ത് കണ്ടോ, അതിൻ്റെ ഓൺ ഓഫ് സ്വിച്ചാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ജസ്റ്റ് ഒരു സ്വിച്ച് പോലെ തന്നെ പണ്ടത്തെ രീതിയിലുള്ള മെയിൻ സ്വിച്ചാണ് വരുന്നത്. ആ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്യുന്നത് 4 കൂടി ഒന്നിച്ചാണ് ഓൺ ചെയ്യുന്ന രീതിയിലാണ്. അതിൻ്റെ സ്ലീവാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. കണ്ടോ, അതായത് 3 ഫേസും ന്യൂട്രും കൂടി ഒന്നിച്ച് വേണം ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് വരുന്നത്. ഓണിങ് ഓപ്ഷനാണ് വരുന്നത്. അതായത് മെയിനായിട്ട് വരുന്ന മെയിൻ സ്വിച്ച് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് 61 ആംസ് വരെ നമുക്ക് മാക്സിമം അതിൻ്റെ അകത്ത് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. ഇവിടേക്കാണ് ഡയറക്റ്റായിട്ട് നമ്മുടെ മീറ്റർ ബോക്സിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഇവിടേക്ക് 3 ഫേസും ന്യൂട്രും വരുന്നത്. പിന്നെ ഇതിൻ്റെ ഔട്ടാണ് നേരെ ഈ LCBയിലേക്ക് വരുന്നത്. ഈ LCB എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലീക്കേജ് കറണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഓൾറെഡി ഷോർട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ട്രിപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ LCB വെച്ചിരിക്കുന്നത്. പക്ക സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതായത് വീട്ടിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ, എർത്ത് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ, ആർക്കെങ്കിലും ജസ്റ്റ് ഒരു എർത്ത് കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ ട്രിപ്പ് ആവാൻ വേണ്ടിയിട്ടാണ്. അതായത് സെക്യൂരിറ്റി, അത് ജീവൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ നീല ബട്ടണാണ് ഓൺ ഓഫ് ആവുന്നത്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഇപ്പോൾ ലൈറ്റ് കാണുന്നില്ല, കണ്ടോ, അതിൻ്റെ ഓൺ പൊസിഷൻ, ഓഫ് പൊസിഷൻ കണ്ടോ. മുകളിലേക്ക് ഇട്ടാൽ ഓൺ പൊസിഷൻ, താഴേക്ക് ഇട്ടാൽ ഓഫ് പൊസിഷൻ. ഇത് ട്രിപ്പ് ആവുന്ന സമയത്ത് നേരെ താഴേക്കായിരിക്കും കിടക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ ഒരു മുകളിൽ ടെസ്റ്റ് ബട്ടൺ കണ്ടോ, അത് മന്ത്ലി ടെസ്റ്റ് എന്ന് പറഞ്ഞത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അത് കമ്പനി പറയുന്ന പോലെ തന്നെ എല്ലാ LCBയുടെ കമ്പനികളും അല്ലെങ്കിൽ RCCBയുടെ കമ്പനികളും പറയുന്നുണ്ട്. കാരണം അത് ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്യണം. കാരണം ഇടയ്ക്ക് ട്രിപ്പ് ആവുന്നില്ലെങ്കിൽ ജാം ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ LCB കുറേ നാൾ ട്രിപ്പ് ആവുകയോ ഒന്നും ഓൺ ഓഫ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ജാമായി പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അത് കറക്റ്റ് ഫംഗ്ഷൻ വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇടയ്ക്ക് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കണ്ട ജസ്റ്റ് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കാണ് ട്രിപ്പ് ആവും. അത് മാനുവലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി തന്നെ തന്നിരിക്കുന്നതാണ്. ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യണമെന്നാണ് കമ്പനി പറയുന്നത്. അല്ലെങ്കിൽ അത് ജാമായി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, എന്തെങ്കിലും ട്രിപ്പ് ആവുന്ന സമയത്ത് ഈ LCB നേരെ താഴേക്ക് കിടക്കുന്നു. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചോദിച്ചാൽ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം, ഏറ്റവും കുറഞ്ഞത് ഒരു പ്രാവശ്യം ചെയ്യണമെന്നാണ് കമ്പനി പറയുന്നത്. 1 or 2 പ്രാവശ്യമായാലും പ്രശ്നമില്ല. ജസ്റ്റ് ആ നീല ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അത് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നേരെ താഴേക്ക് കിടക്കും. അതിനുശേഷം നമുക്ക് വീണ്ടും ഒന്ന് ഓൺ ചെയ്യുക. അപ്പോൾ ഇടയ്ക്ക് അതിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് ഈ LCBയുടെ ലൈഫിനും വേണ്ടിയിട്ട് അത് അങ്ങനെ ചെയ്യണമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ ഇതിൽ നിന്ന് നേരെ ഔട്ട് സെലക്ടറിലേക്ക് പോകുന്നു. സെലക്ടറിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് ഓരോ സെക്ഷനിലേക്കാണ് പോകുന്നത്. അതിനുശേഷമാണ് നമ്മൾ MCB വെച്ച് നമുക്ക് ഓരോ സർക്യൂട്ടിലേക്കും പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു 3 ഫേസ് DB ആണെങ്കിൽ, ഈ സിംഗിൾ ഫേസ് DB ആണെങ്കിൽ ഈ പറഞ്ഞ ബട്ടൺ ഓൾറെഡി അവിടെ ഉണ്ടാവും. അതങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് DB അതുപോലെ തന്നെ ഈ LCB ട്രിപ്പ് ആവുന്ന സമയത്ത് എങ്ങനെ ജസ്റ്റ് അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാമെന്നുള്ളതൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.